അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ ചിന്തിച്ച് വേണ്ട പോലെ ചെയ്യുക. എനിക്കേറി വന്നാൽ പണം തരാൻ കഴിയും. മറ്റൊന്നിനുമാവില്ല. നിന്റെ അച്ഛൻ പറയുന്നു. അച്ഛന്റെ കാര്യം എന്നോട് പറയണ്ട. അച്ഛൻ എത്രത്തോളം ആരുടെയെങ്കിലും കാര്യം ചിന്തിച്ചു. ഞാനെന്തിന് അച്ഛന്റെ കാര്യം ഓർക്കണം? ശരിയാണ്, വാസ്തവം തന്നെ. ഭാര്യ ആസ്പത്രിയിലെ വേലക്കാരി, മകൾ അന്യവീട്ടിൽ വെപ്പുകാരി. എന്നാലും അമ്മയുടെ മക്കൾ വേണ്ട പോലെ മനുഷ്യരായി വളർന്നു അമ്മേ. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ കാരണം, നിങ്ങൾ കാരണം, നിങ്ങൾ ചെയ്യുന്നത് ശരി. ഞാൻ അമ്മേ. എന്തേ? അമ്മയ്ക്ക് ഇവിടം വിട്ട് പോകണമെന്ന് തോന്നാറില്ലേ? ഇല്ല, നിനക്കിവിടെ ആരുമുണ്ടാവില്ല. എനിക്കു വേണ്ടി? 4 മുറികൾ, എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു, വിഴുങ്ങാൻ വരും പോലെ. അമ്മയ്ക്ക് മറ്റാൺമക്കളുടെ കൂടെ താമസിക്കാം. പണം ഞാൻ എത്തിച്ചു തരാം. വേണ്ട. തപൻ, നിന്നെക്കുറിച്ചാണ് ചിന്ത. എന്നെക്കുറിച്ചോ? ഞാൻ അമ്മയുടെ കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനെന്നെക്കുറിച്ച് ചിന്ത? ഞാൻ ചിന്തിക്കുകയാണ്. കഴിവുണ്ടായിരുന്നില്ല. നിനക്കു വേണ്ടി ഒന്നും ചെയ്തു തരാനായില്ല. തപൻ ആശ്ചര്യത്തോടെ അമ്മയുടെ മുഖത്തേക്കു തന്നെ നോക്കിയിരുന്നു. ജോലി ചെയ്ത് ചെയ്ത് എല്ലും ഞരമ്പും പൊന്തിയ ഉണങ്ങി വരണ്ട ശരീരം, ഒരു ഭംഗിയുമില്ലാത്ത മുഖം. സീമന്തരേഖയിലെ തലമുടി ഏറെ കൊഴിഞ്ഞു പോകയാൽ രേഖയ്ക്ക് വീതി കൂടിയിരിക്കുന്നു. അതിൽ സിന്ദൂരം. ഈ സ്ത്രീയാണോ തന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്? തപൻ തലയാട്ടി. ഇനി എല്ലാം ചിന്തിക്കാനും കഴിയുന്നില്ല. തപന്റേത് ഇടത്തരക്കാരനു ചേർന്ന ജീവിതമായിരുന്നെങ്കിൽ ചിന്തിക്കാമായിരുന്നു. അമ്മ തുടർന്ന് പറഞ്ഞു. നിന്റെ അച്ഛൻ മര്യാദക്കാരനായിരുന്നെങ്കിൽ ഇതിനകം നിനക്കും നല്ല ജോലിയായേനെ. ജോലി? തപൻ ഭവാനി ബാബുവിനോട് ഒരു ജോലിയാണ് ചോദിച്ചത്. നീ പുറത്തേക്കിറങ്ങുകയാണോ? നോക്കട്ടെ. അമ്മേ, പുറത്തെ മുറിയിൽ ആരും കിടക്കണ്ട. ഞാൻ പിന്നിലെ മുറിയിൽ കിടന്നോളാം. തപൻ സിഗരറ്റ് വാങ്ങാൻ വഴിയിലേക്കിറങ്ങി. പരിചയമുള്ള കടക്കാരൻ. തപൻ പണം കൊടുത്തു. കടക്കാരൻ മുഖം കുനിച്ച് വേണ്ടെന്നു പറഞ്ഞു. അതെന്താ? തരേണ്ടതില്ല. തപന് മനസ്സിലായി, ഈ കടക്കാരനു മാത്രമല്ല ടൗണിലെ എല്ലാവർക്കും വാസ്തവമറിയാം. ദീനുബാബു പോയി, ഭവാനി ബാബു കൊടി മാറിയിരിക്കുന്നു. തപൻ ഇപ്പോൾ ടൗണിലെ ബോസ് ആയി കഴിഞ്ഞു. തപൻ ഓർത്തു. ബോസോ സിൽബന്ധികളോ എന്തു വാങ്ങിച്ചാലും പണം കൊടുക്കില്ല. അങ്ങാടിയിൽ നിന്നായാലും കടയിൽ നിന്നായാലും അവർ പതിവ് എടുത്തുകൊണ്ടു പോകുന്നു. ബോസിന്റെ അനുചരന്മാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തു കൊല്ലുന്നു. കടക്കാരൻ തപന്റെ ചെകിട്ട് തടിച്ചതുപോലെ തപന് തോന്നി. തപൻ തീർത്തു പറഞ്ഞു. പണം വാങ്ങിക്കണം. അധികാരം കാട്ടി പേടിപ്പിച്ച് പണം തരാതെ ആരെങ്കിലും ഒരു പാക്കറ്റ് എടുത്താൽ എന്നോട് പറയണം. ദീനുബാബു ഇല്ല. തപൻ തീർച്ചയായും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് തപനും ഗാങ്ങും ടൗണിൽ നിന്ന് പതിവ് പിരിച്ചുകൊണ്ടു പോകണമെന്നില്ലല്ലോ. തപന് ഇനിയും ഒരു കാര്യമറിയില്ല. ഏതാനും വർഷങ്ങൾക്കു ശേഷം ടേക്ക് ഓവർ മറ്റൊരു വിധത്തിലായെന്നും വരാം. രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ കടന്നുകൂടിയവരും ബോസ് ആയേക്കാം. അങ്ങേയറ്റം ജനങ്ങളെ ചൂഷണം ചെയ്തേക്കും. ആക്രമണത്തിന്റെ ഭയത്തിൽ വിറച്ചുകൊണ്ട് മനുഷ്യർ കഴിയേണ്ടി വരും. അതൊന്നും തപൻ അറിയില്ല. മറ്റൊരു കാര്യവും തപൻ മനസ്സിലാക്കിയിട്ടില്ല. സാമൂഹ്യ വിരോധി എന്ന വാക്കിനോട് തന്നെ ഇന്ന് ഇത്രയ്ക്ക് വെറുപ്പ്. രാഷ്ട്രീയവുമായി നടക്കുന്നവരോട് ഭക്തി. ഇവരിരുവരുടെയും ഇടയിൽ ഒരു വ്യക്തമായ വിഭജന രേഖയുണ്ട്. അതൊരു ദിവസം ഇല്ലാതാകും. രാഷ്ട്രീയത്തിന്റെ തലത്തിലേക്ക് ധാരാളം സാമൂഹ്യ വിരോധികൾ കടന്നുകൂടും. തപൻ അതറിയില്ല. ഭാവി കാണാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. താനാണ് ഏറ്റവും അധികം വെറുക്കപ്പെടേണ്ട പാപി എന്ന് തപൻ വിശ്വസിച്ചിരുന്നു. നേതാവിന്റെ വാക്ക് കേട്ടനുസരിച്ച് കൊല ചെയ്യുക. വാടകയ്ക്ക് വിളിക്കുന്ന ഒരു കൊലയാളി മാത്രമല്ലേ താൻ? തനിക്കിനി ഒരിടത്തേക്കും ഇഷ്ടം പോലെ ഒറ്റയ്ക്കിറങ്ങി നടക്കാനാവില്ല എന്നും തപനറിയാം. നമ്മളൊന്നും കിടക്കയിൽ നിന്ന് മരിക്കുകയില്ല. ഈ ലൈനിൽ അങ്ങനെയാണ് എന്ന് ദീനുബാബു പറഞ്ഞിരുന്നു. ഭവാനി ബാബു കൽക്കത്തയിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഓസി പറഞ്ഞത് ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ്. അതുണ്ടാവും. സാമൂഹ്യ വിരോധികളെ അമർത്തണമെന്ന് നമ്മൾ തന്നെയല്ലേ പറയുന്നത്?
അപ്പോൾ നിനക്കതുകൊണ്ടെന്താ? അതിനെപ്പറ്റി നീ വിഷമിക്കേണ്ട. തപന് പറയണമെന്നുണ്ട്. താങ്കളും പുറത്ത്, ഞാനും പുറത്ത്. പിന്നെ ഏത് സാമൂഹ്യദ്രോഹികളെയാണ് അറസ്റ്റ് ചെയ്യുക? പക്ഷേ പറഞ്ഞു. അല്ല, സമയമതല്ല. ഇപ്പോൾ ആ സമയമല്ല. ദീനുവിന്റെ കേസിനെപ്പറ്റി കേട്ടോ? എന്ത് കേൾക്കാൻ? ജഗ്ദലിൽ ബോംബാക്രമണം ചെയ്തു വരുമ്പോൾ അവരാണ് അവനെ കൊന്നിട്ടു പോയതെന്ന്. അത് വാസ്തവമല്ല. ദീനു മരിക്കുമായിരുന്നു. അതിനെപ്പറ്റി നീ വിഷമിക്കേണ്ട. മനസ്സ് ശാന്തമാക്കി വെക്ക് തപൻ. അത്തരം കാര്യങ്ങൾ ചെയ്യുകയും വേണം, ഉടനെ മറക്കുകയും വേണം. ഇനി കാര്യം സംസാരിക്കാം. പറയൂ. കൽക്കത്തയിൽ വരുമ്പോൾ എല്ലാം പറയാം. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്യാമളിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് ശരിയായില്ല. ശ്യാമൾ രേവയെ വിവാഹം കഴിച്ചു. പോരെങ്കിൽ ഇവിടെ യൂണിയനും മറ്റു പലതും ചെയ്തിരുന്നത് ഇനി ചെയ്യാനാവില്ല. അത് ചെയ്യാനാവില്ല. കല്യാണം കഴിച്ചില്ലേ? അതെ, ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്ത കടലാസ് കണ്ടു. നോക്ക്, നിന്റെ അനുജത്തി. തപന് മനസ്സിലായി. ഭവാനി ബാബുവിനോട് ഇനി എന്തായാലും തുറന്നു സംസാരിക്കാൻ പേടിക്കേണ്ടതില്ല. തപൻ പറഞ്ഞു, ഞാൻ അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ടൗണിലേക്ക് ഇനി കടക്കില്ല. നിന്റെ അനുജത്തിക്ക് എത്രയോ നല്ലയിടത്ത് കല്യാണം കഴിക്കാമായിരുന്നു. അവർ കുട്ടിക്കാലം മുതൽക്കേ. ഓ, ലവ്. നന്നായി. ലവ് വളരെ നല്ലതാണ്. ഭവാനി ബാബു ചിരിച്ചു. ഇടയ്ക്ക് ഭവാനി ബാബു ഇങ്ങനെ ചിരിക്കും. സ്വയം വിശ്വസിക്കുന്ന അങ്ങേയറ്റം കാൽപ്പനികമായ പലതും പറയും. ഭവാനി ബാബു തുടർന്നു. എന്നെപ്പോലെ ബ്രഹ്മചാരിയായി ആര് കഴിയും, അല്ലേ? വീട്ടിലേക്കൊരു ലക്ഷ്മിയെ കൊണ്ടുവന്നു. തീയിൽ വെന്ത് മരിച്ചുപോയി. പിന്നെയും വിവാഹം കഴിക്കാനുള്ള പ്രായമെല്ലാം ഉണ്ടായിരുന്നു. ആണുങ്ങൾക്ക് എന്ത് വിവാഹപ്രായം? ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആലോചിച്ചു നോക്കിയപ്പോൾ തോന്നി വേണ്ട എന്ന്. നിങ്ങളൊന്നും കണ്ടിട്ടില്ല അവരെ. ഉവ്, കുട്ടിക്കാലത്ത് പൂജാമണ്ഡപത്തിലേക്ക് വരാറുണ്ട്. ഞങ്ങൾക്ക് സരസ്വതി പൂജയ്ക്ക് പണം തരാറുണ്ട്. ഈശ്വരവിശ്വാസമുള്ളവളായിരുന്നു. ആവില്ലേ? എത്ര വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. എന്നിട്ട് ഏത് വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വന്നു? അതെ, അതൊക്കെ പോട്ടെ. അതാണ് ഈ പബ്ലിക് ലൈനിലേക്ക് കടന്നത്. അറിയോ, ദീനുവിന്റെ വീട് മോഹൻലാൽ തന്നെ വാങ്ങിച്ചു. കേട്ടു. ഇത്രയും നാളത്തെ വീട് വിട്ടുപോയി. ആവട്ടെ, ഞാൻ എത്ര ഉപദേശിച്ചതാണ് ഈ ദീനുവിനെ. കേട്ടുകൊണ്ടിരുന്ന ടൈഗറും മലയനും തപനും നിശബ്ദം. ഇതിനൊക്കെ എന്തു മറുപടി പറയാൻ? ഹീരക്കിന് പ്രോസ്പെക്റ്റ് ഉണ്ട്. അവനെ പഠിപ്പിച്ചാൽ. താങ്കൾ പറയും പോലെ. കൽക്കത്തയിലിരുന്ന് എല്ലാം പറയാം. ഒരു ലൈൻ വരച്ച് തിട്ടപ്പെടുത്തി വേണം ഇനി എല്ലാം ചെയ്യാൻ. പുതിയ കാലം, പുതിയ നീതി അത്യാവശ്യമായി വരും. ഞാൻ എല്ലാം പറഞ്ഞു തരാം. ദീനുവിന്റെ ഭാര്യയുടെ വിരുദ് കണ്ടില്ലേ? റാണി രാസ്മണിയായി തീർന്നില്ലേ? അതെങ്ങനെ? വെപ്പുകാരി, വേലക്കാരി, കാവൽക്കാരൻ, ഡ്രൈവർ എല്ലാവർക്കും 2000-ഉം 5000-ഉം വീതം കൊടുത്തു. പറയുകയാണ്, അവരെല്ലാം വളരെ വിശ്വസ്തരായിരുന്നുവത്രേ. ദീനുവിന്റെ ഭാര്യയെ വേണ്ട പോലെ കാത്തു രക്ഷിച്ചു പോലും. അവർ എവിടെ? എല്ലാവരും പോയി. എല്ലാറ്റിനെയും പറഞ്ഞയച്ചു. അതുതന്നെ. ദീനുവിന്റെ കഥകളെല്ലാം അവർക്കറിയാമല്ലോ. തപൻ കൂടുതൽ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു. ഭവാനി ബാബു തുടർന്നു. നിനക്കത്ര സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. എന്താ, മനസ്സ് വിഷമിക്കയാണോ? ഇല്ലില്ല, തലവേദനിക്കുന്നു. എന്നാൽ മറ്റന്നാൾ പോകണം, ടൈഗറുടെ കൂടെ. ടൈഗർ വണ്ടി സർവീസ് ചെയ്യിക്കാൻ പോകുന്നുണ്ടാവും. എപ്പോൾ വരണം? രാവിലെ വന്നോ. വീട്ടിൽ ഊണു കഴിക്കാം. ചേട്ടത്തിയമ്മ ഊണു കഴിപ്പിക്കാതെ വിടുമോ? അത്തരക്കാരിയല്ല. തപൻ എണീറ്റുപോയി. ഭവാനി ബാബുവിന്റെ സ്വന്തം സഹോദരൻ എവിടെ എന്നാർക്കും അറിയില്ല. ഭവാനി ബാബു കൽക്കത്തയിൽ ഭവാനിപൂരിൽ വീട് വാങ്ങിക്കൊടുത്തു താമസിപ്പിച്ചിരിക്കുന്ന രേണു ചേട്ടത്തിയമ്മ പണ്ട് ബാരക്കിലെ പെണ്ണായിരുന്നു എന്ന് ടൈഗർ പറഞ്ഞു. ഭവാനി ബാബു ഈ ലൈനിൽ നിന്ന് അവളെ കൂടെ കൊണ്ടുപോന്നു. ഏറെക്കാലം കൂടെ തന്നെ താമസിപ്പിച്ചു. അവർക്ക് 2 പെൺകുട്ടികളുണ്ടായി. ഭവാനി ബാബു അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഭവാനി ബാബുവിന്റെ സ്വത്തെല്ലാം അവർക്ക് തന്നെ കിട്ടും എന്നതിനും സംശയമില്ല. തപൻ ടൈഗറിനോട് ചോദിച്ചു, ഇത്രക്കൊക്കെ നീ എങ്ങനെ അറിഞ്ഞു?
അദ്ദേഹം എൻ്റെ സകല വിവരങ്ങളും അറിഞ്ഞു വെക്കുന്നത് പോലെ ഞാനെല്ലാം അറിഞ്ഞു വെക്കുന്നു. ഇത് ഇൻഷുറൻസ് ആണ്, അറിയോ? എനിക്കിതെല്ലാം അറിയാമെന്നത് അദ്ദേഹത്തിനും അറിയാം. എല്ലാം അറിയുന്നവൻ എപ്പോൾ വേണമെങ്കിലും മറ്റ് 4 പേരോട് പറഞ്ഞെന്നു വരാം. അങ്ങനെയുള്ളവനെ ചതിക്കില്ല. അവനെ പെട്ടെന്നങ്ങ് ഭരതനാക്കില്ല. ഇപ്പോൾ കാലം മഹാമോശമാണു ചേട്ടാ. എല്ലാവരും എല്ലാവരുടെയും വിവരം അറിഞ്ഞു വെക്കും. നീ എന്നോടെന്തിനിതെല്ലാം പറയുന്നു? എനിക്ക് ചേട്ടനോടൊരു ഭിക്ഷ യാചിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയൂ. നൈഫിംഗ് പഠിപ്പിച്ചു തരാമോ? ടൈഗർ, ഹാ, എന്താ സാധനം? നീ തോക്ക് ഉപയോഗിച്ചാൽ മതി. അതു ശരി തന്നെ, പക്ഷേ കത്തിയാണ് കൂടുതൽ നല്ലത്. ഞാൻ ഒരു കാലത്ത് മോഹൻലാലിന്റെ കൂടെ കുറച്ചു നാളുണ്ടായിരുന്നു. അവൻ ഇവിടെ നിന്ന് സിയാൽദ വരെ കത്തിക്കളി കാണിച്ചുകൊണ്ട് നടക്കാറുണ്ട്. അവന്റെ മകളെ നിർത്തി മോഹൻലാൽ കത്തിയെറിയും ബോർഡിന്റെ നേർക്ക്. നീയും ആ കളി കാണിച്ചു നടന്നു? ഇല്ല, കളിക്കാൻ പോയില്ല, പഠിച്ചു. തപൻ മനസ്സിൽ പറഞ്ഞു, കളി ഇപ്പോഴാണ് കാണിക്കുന്നത്. ഭവാനി ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ ഓൾ മാസ്റ്റർ ആണെന്ന്. ചേംബറും എല്ലാം അറിയാം. ഈ ലൈനിൽ നിൽക്കണമെങ്കിൽ ടൈഗർ, അതും പോരെങ്കിൽ ഈ ടൗണിലെ വഴികളിൽ തനി ഗുണ്ടകളായി വളർന്നു വലുതായതാണ്. എല്ലാം അറിയാം. ശരി, പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. സമയം ഇനിയും വേണ്ടതുണ്ട്. ഗാർഡില്ലാതെ എല്ലായിടത്തും നടക്കുകയാണോ?